മുഖ്യമന്ത്രിയെ വിലക്കി വെള്ളാപ്പള്ളി നടേശൻ. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ലെന്ന് വാർത്താക്കുറിപ്പ് ഇറക്കി. വിലക്കിയത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നെന്നാണ് വെള്ളാപ്പള്ളിയുടെ ഓഫീസിന്റെ വിശദീകരണം. റിപ്പോർട്ട് ഇല്ലെന്നാണ് ഇന്റലിജൻസ് അറിയിക്കുന്നത്. പ്രസ്താവന ഉണ്ടായിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി ഉച്ചയ്ക്ക് പീപ്പിളിനോട് പറഞ്ഞു. വിലക്കിയവരും വിലക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങിയവരും കേരളീയരെ അപമാനിച്ചുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. ആർ ശങ്കറിനെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പറഞ്ഞു. എതിർപ്പറിയിച്ച് ആന്റണിയും VM സുധീരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, SNDP യോഗം മുൻ അധ്യക്ഷൻ ശ്രീ CK വിദ്യാസാഗർ, മറ്റ് അതിഥികളും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീ CK വിദ്യാസാഗർ, എന്താണ് ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് വിലക്കുണ്ടായതിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. ഈ വിനാശകാലത്ത് ഈ ധർമാധർമ്മ വിവേചനം, ശരി തെറ്റ് വിവേചനം, ഇതിനൊക്കെയുള്ള കഴിവ് കുറഞ്ഞു വരും എന്ന് വിതുരര് ധൃതരാഷ്ട്രനോട് പറയുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തില്. അർജുനനെ പറ്റിയാ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ് വിതുരര് പറഞ്ഞതുപോലെ അത് ഏതാണ്ട് ശരിയായി വരികയാണ് SNDP യോഗത്തിന്റെ നേതൃത്വ തലങ്ങളിലിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ എന്നെനിക്ക് പറയാൻ തോന്നിപ്പോവുകയാണ്. അതല്ലാതെ മറ്റൊരു ന്യായീകരണവും ഇതിനെ പറ്റിയിട്ട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഇത് അങ്ങേയറ്റം മോശമായ ഒരു നടപടിക്രമമായി പോയി. കേരളത്തിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആർ ശങ്കർ, അദ്ദേഹം ശ്രീനാരായണ സമൂഹത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിലും വലിയ അംഗീകാരങ്ങളും ആദരവുകളും ധാരാളമായി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വലിയ ഭരണാധികാരിയും വലിയ ജനനേതാവും. അദ്ദേഹത്തിന്റെ സ്മരണ തുടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ ഇത്തരത്തിൽ ഉള്ള ഒരു നിലപാടുകളിലൂടെ ഒരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ആ ചടങ്ങിന്റെ ഒരു ഭംഗി, ഒരു മനോഹാരിതയെ ഇല്ലാതാക്കുന്ന ഒരു പണിയിലേക്കാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. CK വിദ്യാസാഗർ, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആണ് ഒരുപക്ഷെ ഈ ചടങ്ങ് തുടക്കം മുതൽ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ പോയി കണ്ടതും SNDPയെ അതിന്റെ പിന്നിൽ അണിനിരത്തിയതുമൊക്കെ. പക്ഷേ ഇപ്പോൾ SNDPയുടെ കയ്യിൽ നിന്ന് പുതിയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം ഒരു പുതിയ പാർട്ടിയുടെ നേതാവ് നടത്തുന്ന ഒരു പരിപാടിയായി ചുരുങ്ങുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു പുതിയ പാർട്ടിയുടെ നേതാവ് നടത്തുന്ന പരിപാടിയായി അതിനെ ചുരുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ആരൊക്കെയോ അദ്ദേഹത്തിന്റെ പുതിയ ബന്ധുക്കൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അതോ ഇനി ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അദ്ദേഹം ഇതിനെ പറ്റി വിശദീകരിക്കാനൊട്ട് കൂട്ടാക്കുന്നുമില്ല. ഏതായാലും ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മുഖ്യമന്ത്രിയോട് ക്ഷണിച്ചിട്ട് ചടങ്ങിന് വരണ്ട എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സംസ്കാരത്തിന് തന്നെ വിരുദ്ധമാണ്. ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചോളം അപമാനകരമായ ഒരു നടപടിയായി പോയിരിക്കുന്നു മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചു. ഇന്ന് ബഹുമാന്യനായ SNDP ജനറൽ സെക്രട്ടറി ഇന്ന് അനുവർത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ത് ചെയ്യാനൊക്കും? വിളിച്ചവർ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇല്ല ഞാൻ വരും എന്ന് പറയാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ ഔചിത്യം പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ ദുഃഖത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഔചിത്യ ബോധം അദ്ദേഹം പ്രകടിപ്പിച്ചു. CK വിദ്യാസാഗർ, എന്തായാലും ഈ ദുഃഖം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം അതൊരു ഭരണഘടനാ പദവി കൂടിയാണല്ലോ. മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിന് അപമാനം ഉണ്ടാക്കിയതിന് ശ്രീനാരായണീയർ ഉത്തരവാദികളല്ല എന്നാണോ താങ്കൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതില് ശ്രീനാരായണീയർക്ക് യാതൊരു പങ്കുമില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം ആരുടെയൊക്കെയോ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ നിർബന്ധിതരായി തീർന്നതുപോലെ തോന്നുകയാണ്. അതല്ലാതെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കാരണവും പറഞ്ഞു കാണുന്നില്ല. അദ്ദേഹത്തിനോട് പത്രക്കാര്, മാധ്യമങ്ങള് നിങ്ങളെല്ലാവരും ആവർത്തിച്ച് ചോദിച്ചപ്പോ ഇത് സംബന്ധിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല, എല്ലാം 16-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞ് ആ ചർച്ചകളിൽ നിന്ന് ഉത്തരം പറയുന്നതിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നതാണ് ഇന്ന് കാണാനിടയായത്. ഇത് തികച്ചും അപമാനകരമാണ്. അതല്ല എന്തെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും പൊതുസമൂഹത്തോടും ശ്രീനാരായണ സമൂഹത്തോടും അദ്ദേഹം അത് വിശദീകരിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. Right. ശ്രീ സി കെ വിദ്യാസാഗർ, ഞാൻ തിരിച്ചെത്താം. തീർച്ചയായിട്ടും ശ്രീ സി കെ വിദ്യാസാഗർ അഭിപ്രായപ്പെട്ടതുപോലെ കാരണമുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടതാണ്. ഇതുവരെയും വെള്ളാപ്പള്ളി നടേശൻ ആ രീതിയിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഞാൻ തിരിച്ചെത്താം. ശ്രീ ജെ ആർ പത്മകുമാർ, പുതിയ ബന്ധുക്കളാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് ഇപ്പോൾ സി കെ വിദ്യാസാഗറിനെ പോലെയുള്ളവരൊക്കെ കരുതുന്നത്. ആ രീതിയിലുള്ള പ്രതികരണം മുഖ്യ പാർട്ടികളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞു. അത് കോൺഗ്രസിൽ നിന്ന് ആദ്യമേ തന്നെ എത്തി. CPM-ഉം ശ്രീ ആനത്തലവട്ടവും ഒക്കെ ഉച്ചയ്ക്ക് തന്നെ മാധ്യമങ്ങളോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. BJP ആണ് ഈ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിലേക്ക് വേണ്ട അതിഥികളെ പ്രത്യേകം ക്ഷണിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിൽ തീരുമാനിച്ചത് എന്ന് വെള്ളാപ്പള്ളിയും പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. BJP അറിയാതെ അതുകൊണ്ട് തന്നെ ഒരു അതിഥി അതിൽ നിന്ന് മാറാനും സാധ്യതയില്ല. മുഖ്യമന്ത്രിയെ നിങ്ങൾ എന്തിനു മാറ്റി? അല്ല, അതിന് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടോ എന്ന് മറുപടി പറയേണ്ടത് SNDP നേതൃത്വമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ചില കോണിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ചില കോണിൽ നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വരണ്ട എന്ന് പറഞ്ഞതാണ്. ഈ ഏത് കോണിൽ നിന്നുള്ള കാര്യം ഇനിയിപ്പോൾ 15-ാം തീയതി അദ്ദേഹം എൻ്റെ ചോദ്യം ഇതാണ് ശ്രീ ജെ ആർ പത്മകുമാർ. അതായത് SNDP വിശദീകരിച്ചിട്ടുണ്ട്, അതിഥികളെ തീരുമാനിച്ചത്, പ്രധാനമന്ത്രിയെ ഉൾപ്പെടെയുള്ള അതിഥികളെ തീരുമാനിച്ചത് BJP നേതാക്കളുമായി ആലോചിച്ചാണ് എന്ന്. അങ്ങനെ ആലോചിച്ചാണ് മുഖ്യമന്ത്രിയെയും അതിനകത്ത് അതിഥിയായിട്ടുണ്ടാകുക. ആ അതിഥിയെ മാറ്റിയതിന് BJPക്ക് അറിവില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, BJP ആലോചിച്ചിട്ടാണ് അങ്ങനെ അതിഥികളെ തീരുമാനിച്ചതെന്ന് ഒരിക്കലും SNDP ജനറൽ സെക്രട്ടറി പറയുമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്തുകൊണ്ട് വന്നില്ല എന്ന് വിശദീകരിക്കേണ്ടത്, വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടത് SNDP നടത്തണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ VM സുധീരനെ KPCC പ്രസിഡന്റിനെ വിളിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് പോവാം. ഞാൻ കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ SNDP-യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേന്ദ്രത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ബഹളമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ബഹളമുണ്ടായാൽ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കില്ല, അതും അപമാനമാകും. അതുകൊണ്ട് ഈ കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചു, അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില കേന്ദ്രങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് അറിയിച്ചു, അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നാണ് ഈ അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചില കേന്ദ്രങ്ങൾ എന്നുള്ളത് KPCC പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാതെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ആ പ്രദേശത്ത് ചില അസ്വസ്ഥതകളുണ്ട് എന്നാണ്. അതാണ് ചില കോണിലെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് SNDP-യുടെ ഒരു സ്വകാര്യ പരിപാടിയാണ്. ആ പരിപാടിയിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സംഘടനയ്ക്കുണ്ട്. അതിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടാറില്ല. ഇത് സ്വകാര്യ പരിപാടി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പ്രധാനമന്ത്രി എന്നുള്ളത് BJP നേതാവ് കൂടിയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിയുമായി പോയി ചേർന്നാണ് ആർ ശങ്കറിനെ പ്രതിമ അനാച്ഛാദനത്തിന് ക്ഷണിച്ചത്. ആ നിലയ്ക്ക് ആ ചടങ്ങിൻ്റെ മഹാത്മ്യവും അതിൽ നടക്കുന്ന കാര്യങ്ങളും കൃത്യമായി അറിയാനും അത് മിനിറ്റ് ടു മിനിറ്റ് പരിപാടികൾ ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ആ അവകാശവും BJP നേതാക്കൾ ഇതുവരെ വിനിയോഗിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്കും അറിയാവുന്നതാണ്. ആർ ശങ്കർ പ്രതിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊല്ലത്ത് BJP നേതാക്കൾ എത്രമാത്രം അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ നിമിഷത്തിൽ ഉണ്ടായ ചീത്തപ്പേര് തങ്ങളുടെ ദേഹത്തേക്ക് വീഴേണ്ട എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ പിന്മാറുന്നത്? അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അത്ര മഹത്തരമാണെന്ന് മുഖ്യമന്ത്രിക്ക് മുമ്പ് തോന്നിയിട്ടില്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും വിളിച്ചില്ലേ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? ഒരു പ്രതിനിധി അയച്ചിട്ടുണ്ടോ? അന്ന് തോന്നാത്ത മഹത്വം ഇന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ വന്നിട്ടില്ലേ? അന്ന് EK നായനായിരുന്നല്ലോ മുഖ്യമന്ത്രി, പോയിട്ടുണ്ടോ? 2011 മൻമോഹൻ സിംഗ് കേരളത്തിൽ വല്ലാർപാടം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അതേപോലെ തിരുവനന്തപുരം എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടായി പ്രഖ്യാപിക്കാൻ വന്നു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ പകരം തീർക്കുകയാണോ ശ്രീ ജെ ആർ പത്മകുമാർ? അച്യുതാനന്ദനെ VPC നമ്മുടെ മൻമോഹൻ സിംഗ് ഒഴിവാക്കിയതിന് ഞങ്ങൾ പകരം തീർക്കണം എന്തിനാ? അന്ന് താജ് ഹോട്ടലിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയാതെ അച്യുതാനന്ദൻ തിരിച്ചു വന്നിട്ടുണ്ട്. ശിലാഫലകത്തിൽ പേരില്ല, പരിപാടിയിൽ അച്യുതാനന്ദനെ പങ്കെടുപ്പിച്ചില്ല. കേരളത്തിൽ വന്നിട്ട് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്. വിഴിഞ്ഞത്ത് ഇതത്ര നിസ്സാരമല്ല ശ്രീ ജെ ആർ പത്മകുമാർ. ഈ ചടങ്ങിലേക്ക് വെള്ളാപ്പള്ളി തന്നെയാണ് നേരിട്ട് മുഖ്യമന്ത്രിയെ ഇതിൽ ക്ഷണിച്ചത്.
ആ രീതിയിൽ അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത്? അതിനുശേഷം ക്ഷണിച്ചതിന് ശേഷം അപമാനിക്കുന്നതിന് BJP കൂട്ടുനിൽക്കുകയാണോ? ഞങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് SNDP ആണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് വിളിച്ചു എന്ന സാഹചര്യത്തിൽ ശരി, SNDP പറയേണ്ട മറുപടി അവർ പറയട്ടെ. നിങ്ങൾ ഈ അപമാനത്തിന് കൂട്ടുനിൽക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇതിനെ അപലപിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപലപിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ വരുന്നുണ്ട്. ആ പരിപാടി പങ്കെടുക്കണോ വേണ്ടേ എന്ന് പ്രധാനമന്ത്രിയാണ് നിശ്ചയിക്കുന്നത്. ആ പരിപാടി ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടി വളരെ മഹത്തരമായ ഒരു പരിപാടിയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് അപമാനിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി ഉണ്ടോ? ക്ഷണിച്ചോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്താണ് അവർ തമ്മിലുള്ള അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ശരിയോ തെറ്റോ? മുഖ്യമന്ത്രിയാണ് അത് പറയേണ്ടത്. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആ പരിപാടിയിൽ ശരത്ചന്ദ്ര പ്രസാദ് മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ ശ്രീ പിണറായി വിജയനും പറഞ്ഞത് അതുതന്നെയാണ്. മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. മോദിയുടെയും വെള്ളാപ്പള്ളിയുടെയും ഇടയിൽ മുട്ടുവിറയ്ക്കുകയാണ് മുഖ്യമന്ത്രിക്കെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോൾ ശ്രീ JR പത്മകുമാറും പറയുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അപമാനിച്ചെങ്കിൽ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ? മുഖ്യമന്ത്രി കേരള സമൂഹം ഇത് ചർച്ച ചെയ്യണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഒരു പത്രക്കുറിപ്പ് രൂപത്തിലൊക്കെ കാര്യങ്ങൾ പത്ര ഓഫീസിൽ വന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 15-ാം തീയതി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയാൻ പോകുന്ന മറുപടിയുടെ ആദ്യത്തെ പാരഗ്രാഫ് പത്മകുമാറോട് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട്? പക്ഷേ അവിടെ ഒന്നും ഇപ്പോൾ അച്യുതാനന്ദൻ്റെ ഉദാഹരണമോ നയനാരുടെ ഉദാഹരണമോ നേരത്തെ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയതിൻ്റെ ഉദാഹരണമോ പറഞ്ഞാലൊന്നും ക്ഷണിച്ച് എല്ലാം പ്രോഗ്രാം ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങൾ വരണ്ട എന്ന് അവരോട് ആരോടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത്. മറ്റൊന്ന് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഈ SNDP എന്ന് പറയും. SNDP അല്ല, വെള്ളാപ്പള്ളി നടേശനാണ് അതിന് മറുപടി പറയാനുള്ളത്. SNDPക്ക് ഇതിനകത്ത് വലിച്ചിടുകയാണ്. SNDP ഒരു ബഹുജന സംഘടനയാണ്, ആ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നൊരു പൊളിറ്റിക്കൽ ഒരു ചില സർക്കിളിലുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് BJP യുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് മറുപടി പറഞ്ഞുകൂടാ? അപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലുള്ള ചില മറുപടികൾ ഇങ്ങനെ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. അതെല്ലാം കൂടി ചേർത്ത് 15-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം കൂടി നോക്കി മറുപടി പറയാം എന്ന ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് മറുപടി ഇപ്പോൾ പറയേണ്ടതാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിശദീകരണത്തിൽ നിന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ബഹളമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട്, പ്രധാനമന്ത്രിക്കും അപമാനം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കാര്യം മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പത്രക്കുറിപ്പ് ഇറക്കിയ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടെ മാധ്യമങ്ങളെ കാണിക്കണം, ജനങ്ങൾ അറിയട്ടെ ആ കാര്യം. എന്തിനാ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ടൈപ്പ് ചെയ്ത് വരുന്ന സാധനമാണ്, കമ്പ്യൂട്ടറിൽ അടിച്ചു വരുന്ന സാധനമാണ്. ആ സാധനം അദ്ദേഹം ഒരു എൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാ മാധ്യമങ്ങളും കൊടുത്താൽ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും, ഒരു പ്രശ്നമില്ല. ശ്രീ ആനത്തലവട്ടം, താങ്കൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ആദ്യം ഇപ്പോൾ ഈ കണിച്ചുകുളങ്ങരയിലാണോ എത്തുന്നത്? അല്ല, ഇൻ്റലിജൻസ് മേധാവികൾ അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിഷേധിച്ച് ഞങ്ങളങ്ങനെ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്ന്. ഇവിടെ അതീവ ഗൗരവതരമായ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഫെഡറൽ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. പ്രധാനമന്ത്രി ഇവിടെ വരുന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി സംഘടിപ്പിക്കുന്നവർ ആദ്യം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, അധ്യക്ഷനുമാക്കി. അദ്ദേഹം അധ്യക്ഷത വഹിക്കാമെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പറയുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രധാനമന്ത്രി വരില്ല എന്ന്. അതാ ഗൗരവമുള്ള പ്രശ്നം. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്ന് പ്രസ് റിലീസ് പറഞ്ഞിരിക്കുന്നത് ചാനലുകൾ നേരത്തെ എഴുതി കാണിച്ചു. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം അത് തന്നെയാണ്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്, ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് പറയുക, ഒരു പ്രതിഷേധം അവിടെ ഉയർന്നു വരും. ആരുടെ പ്രതിഷേധമാണെന്ന് പറയണം. SNDP യോഗം പ്രവർത്തകരുടേതാണോ, അതോ കോൺഗ്രസിൻ്റെതാണോ, അതോ പ്രതിപക്ഷത്തിൻ്റെതാണോ, അത് BJPയുടെ RSSൻ്റെ ആണോ? അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളിക്കുണ്ട്. വെള്ളാപ്പള്ളി അത് വ്യക്തമാക്കണം. ആരുടെ പ്രതിഷേധം? ആ പ്രതിഷേധം ഉയർന്നു വരും. അണികളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷ ഏത് അണികൾ ഉയർന്നു വരുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതിഷേധം വരുന്ന സങ്കടത്തോടു കൂടി ദുഃഖത്തോടു കൂടി ഞാനതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ ഇത്തരത്തിലൊരു ഭരണഘടന നിലനിൽക്കുന്ന സംസ്ഥാനത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നേരത്തെ പത്മകുമാർ പറഞ്ഞു, നേരത്തെ പ്രധാനമന്ത്രി വന്ന് കേന്ദ്ര ഗവൺമെൻറ് പരിപാടി ഔദ്യോഗിക പരിപാടിക്ക് വന്നു. ഇവിടെ മുഖ്യമന്ത്രി പോയി, അന്നത്തെ മുഖ്യമന്ത്രി പോയില്ലെങ്കിൽ ഗവൺമെൻറ് പ്രതിനിധി അയച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ള കേസുകൾ. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ മുഖ്യമന്ത്രി അപമാനിച്ച ഈ ചടങ്ങിൽ പ്രതിനിധി അയക്കാൻ ഒക്കുമോ? ഏതെങ്കിലും പ്രതിനിധി പോവുമോ? അങ്ങനെയാണെങ്കിൽ അതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി എന്നെ വിളിച്ച് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകണം. സ്വകാര്യ പരിപാടിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞോട്ടെ. പിന്നൊരു കാര്യം, ഈ ആർ ശങ്കർ എന്ന് പറയുന്നത് SNDP നേതാവായിട്ടല്ല ഇവിടെ അറിയപ്പെടുന്നത്. KPCC പ്രസിഡന്റായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, SNDPയുടെ നേതാവുമായിരുന്നു. ഇന്നുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറിമാരെക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്നിട്ടുണ്ട്. സംഭാവന ആ സമുദായത്തിനും ആ സംഘടനയ്ക്കും ഇന്നുള്ള ഇതുവരെയുള്ള SNDPയുടെ ചരിത്രം പരിശോധിച്ചാൽ ആർ ശങ്കർ ചെയ്തതിനപ്പുറം ഒരു സംഭാവന ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആർ ശങ്കറിൻ്റെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ ആർ ശങ്കറിനെ ഈ പുതിയ BJDS എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രം സ്വന്തമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആർ ശങ്കർ കേരളത്തിൽ നടന്നിട്ടുള്ള അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെന്ന അവിശ്വാസ പ്രമേയത്തിൽ അവസാനം അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പറയട്ടെ, കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് എനിക്ക് ഉണ്ട് ഒരു കുറ്റം, ഞാൻ ഞെളിഞ്ഞു നടക്കുന്നു, എനിക്ക് നട്ടലുണ്ട്, അത് എന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിനോട് ചോദിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഇങ്ങനെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏടുകൾ എടുത്തിട്ട് അന്ന് ആർ ശങ്കർ ഭാവിയിൽ 2015 ഉണ്ടാകാൻ പോകുന്ന BDJS എന്ന പാർട്ടിയുടെ വക്താകാൻ പോവുകയാണെന്ന് അന്നേ തീരുമാനിച്ചതാണെന്ന് ഇന്ന് പറയാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, സ്വകാര്യ ചടങ്ങല്ല കൊല്ലത്തെ ആർ ശങ്കർ പ്രതിമയുടെ അനാച്ഛാദനം. അതിനുവേണ്ടി പ്രധാനമന്ത്രിയെ പോലെ ഒരു വ്യക്തി ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥൻ നടത്തുന്ന പരിപാടിയല്ല ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പ്രതിമ ആർ ശങ്കർ പൊതു നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ഒരു സ്വകാര്യ പരിപാടിയാക്കി മാറ്റിയാൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാ അധ്യക്ഷനാക്കാൻ ശ്രമിച്ചു? പ്രധാനമന്ത്രിയാണോ പറഞ്ഞത് ഇതൊരു സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് മുഖ്യമന്ത്രി വേണ്ട എന്ന്? ഇല്ല, ആ ചോദ്യമല്ല. എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് മറ്റേലേക്ക് മറുപടി പറയും. രണ്ടാമതിന് പറയാം. ഇദ്ദേഹം പറഞ്ഞല്ലോ, ആർ ശങ്കറിന്റെ പേരിൽ എന്തെങ്കിലും കേരളത്തിലൊരു സ്ഥാപനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് SNDPയുടെയും SN ട്രസ്റ്റിന്റെയും ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം സമുദായ നേതാവ് എന്നുള്ള നിലയിൽ SNDPയുടെ ഒരു നേതൃത്വത്തിൽ പ്രതിമ സ്ഥാപിക്കുന്നത്. പക്ഷേ SNDP അല്ല ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ ആ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. SNDPയുടെ വക്താക്കൾ ഇപ്പോഴും SNDP എന്നുള്ള സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്, അല്ലാതെ BDJS അല്ല. അത് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. രണ്ട്, പ്രധാനമന്ത്രി ഓഫീസ് പറഞ്ഞു എന്ന് ആനത്തലവട്ടം പറഞ്ഞു. ഞാനത് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊച്ചിയിൽ മുഖ്യമന്ത്രി പോവുമോ? ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ മുഴുവൻ മന്ത്രിമാരും ചെന്ന് കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യാൻ അനുവാദം കൊടുക്കുമോ? അപ്പൊ അതൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് BJPയുടെ മുഖ്യമന്ത്രിയായി വരുന്നത് BJPയുടെ എതിർപ്പാണ്. ഈ പ്രധാനമന്ത്രി ഇവിടെ ഒരു സ്വകാര്യ പരിപാടിയിലാണ് പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ അതിന്റെ ചെലവ് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നാണോ എടുക്കുന്നത്, അതോ മറ്റുള്ള ഈ SNDPയുടെ അവിടുത്തെ അക്കൗണ്ടിൽ നിന്നാണോ ഇത് അനുവദിച്ചു കൊടുക്കുക? അത് ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മന്ത്രിമാര് ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അത് ഗവൺമെന്റ് ചെലവ് തന്നെയാണ്. ഇപ്പൊ ജാജോടെ മുഖ്യമന്ത്രി സരിതയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആരുടെ പൈസ വാങ്ങിക്കൊണ്ട്? ബിജു രാധാകൃഷ്ണന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ആരുടെ പൈസ വാങ്ങിക്കൊണ്ട്? കേരളത്തിന്റെ പൈസയല്ലേ? അപ്പൊ ഇതൊക്കെ ഒരു ബാലിശങ്ങളായ ആരോപണങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആലോചിക്കണം. ഒരു പരിപാടിയിൽ എന്നെ വിളിച്ചിട്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട്? അതിന് ഞാൻ എനിക്കുണ്ടായ അയോഗ്യത എന്താണെന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വിളിച്ചിട്ട് മാറ്റിയതെന്ന് പറയാൻ സംഘാടകർക്കും ഉണ്ട് ഉത്തരവാദിത്തം. ഒറ്റ ചോദ്യം,
ഇത് മുഖ്യമന്ത്രി പറയണം എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷേ സംഘാടകർ അധ്യക്ഷനാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം കൂടി നിങ്ങൾ പറയണ്ടേ? ഞങ്ങളല്ലല്ലോ പറയേണ്ടത്, സംഘാടകരല്ലേ പറഞ്ഞാൽ. വിഴിഞ്ഞം ഇത്രയും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ ബാബുവും മുഖ്യമന്ത്രിയും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതല്ലേ LDF? അതേ കാരണമാണോ? അതേ കാരണമാണോ? എങ്കിൽ ആ കാര്യം പറയൂ. തീരുമാനം എടുക്കാം, മറ്റൊരു സംഘടനകൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. പത്മകുമാർ പറഞ്ഞ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞങ്ങൾ കാരണം പറഞ്ഞു, അഴിമതിയിൽപ്പെട്ട ആരോപണത്തിന് വിധേയരായിരിക്കുന്ന ഈ 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക. നിങ്ങൾ ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ത്? ഞങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അല്ല, ക്ഷമയോടുകൂടി കേൾക്ക്, അസഹിഷ്ണുത കാണിക്കാതെ. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായി വെച്ചതിന് ശേഷം ക്ഷണിച്ചത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി തന്നെയാണ് മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി വരില്ല. ഈ ചാനലുകൾ അതെ, അത് പോണോ വേണ്ട എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി തീരുമാനിക്കണം. മുഖ്യമന്ത്രിയെ എയർപോർട്ടിൽ വെച്ച് ഞാൻ പത്മകുമാറെ ഞാൻ പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുകയാണ് താങ്കൾ ഇതിനകത്ത് പങ്കെടുത്താൽ പ്രധാനമന്ത്രി വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയല്ല, വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്ന് ചില കോണിൽ നിന്ന് എതിർപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ട്വിസ്റ്റ് ചെയ്യാതെ നടക്കുന്ന കാര്യം എന്നിട്ട് അണികൾക്ക് പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ അണികൾക്ക് പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ട് താങ്കൾ വരാതിരിക്കണം, ആരും മുഖ്യമന്ത്രി വരാതിരിക്കണം. ഏത് അണികൾ? അതാണ് പറയേണ്ടത്. താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് പ്രശ്നത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള നീക്കത്തിന്റെ ഫലമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? പറഞ്ഞുകൂടെ, പബ്ലിക്കിന് മനസ്സിലായി, സ്വകാര്യ പരിപാടിയിൽ പ്രധാനമന്ത്രി വിളിച്ചു. ആ പരിപാടി സ്വകാര്യ പരിപാടി എന്താണ്? SNDP ഒരു സ്വകാര്യ കമ്പനിയാണ്, സംഘടനയുടെ പരിപാടിയാണത്. അതെങ്ങനെ സ്വകാര്യമായി? SNDP എന്ന് പറയുന്ന സംഘടനയുടെ പരിപാടി. ഞാൻ ചോദിക്കട്ടെ, CPM കേരളത്തിൽ പ്ലീനം നടത്തുന്നു, എല്ലാ വിശ്വസികളും എല്ലാവർക്കും അതിൽ കയറാൻ പറ്റുമോ? അതിൽ മെമ്പർക്ക് കയറാൻ പറ്റുമോ? SNDPയുടെ പ്ലീനമാണോ കൊല്ലത്ത് നടക്കാൻ പോകുന്നത്? SNDPയുടെ പ്ലീനമാണോ? ശ്രീ ചെറുന്നിയൂർ ജയപ്രകാശ് ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ ചെറുന്നിയൂർ ജയപ്രകാശ്, ഇപ്പൊ CPMന്റെ പ്ലീനം നടക്കുന്നത് പോലെ ഒരു പരിപാടിയാണോ 14-ാം തീയതി കൊല്ലത്ത് നടക്കുന്നത്? അതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ ആദ്യം ക്ഷണിച്ചപ്പോ ഈ പ്ലീനമാണെന്ന് മനസ്സിലായില്ല, ഇപ്പൊ അത് മനസ്സിലായപ്പോ അത് തിരുത്തിയത്? ഞാൻ പറയാത്ത കാര്യം ഒന്നും പറയില്ല. വഴിയേ പോകുന്ന ആളുകൾ കയറാനുള്ള സ്ഥലമല്ല. ശ്രീമാൻ പത്മകുമാർ പറയുന്നത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ അതേ അഭിപ്രായം തന്നെയാണ്. ശ്രീനാരായണ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം പഠിക്കേണ്ടത് ഒരു പബ്ലിക് ട്രസ്റ്റാണ്. അവിടെ ജാതിമത ഭേദമന്യേ സംഭാവന ചെയ്യുന്ന തുക കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനമാണ്. ആർ ശങ്കറുടെ കാലത്താണ് ഈ സംഭാവനകൾ ഏറിയവും ചില സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ, കോളേജുകൾ കെട്ടിസ്ഥാപിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ അത് അറിഞ്ഞുകൂടാ. ഇതൊരു സ്വകാര്യ സ്ഥാപനമല്ല. ഞങ്ങളെല്ലാം പറയുന്നത് പോലെ ഇന്ന് വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ സ്ഥാപനമായി SN ട്രസ്റ്റിനെ കണ്ടു എന്നുള്ളതാണ്. ഇത് SNDPയുടെ പരിപാടിയല്ല. പത്മകുമാറിൻ്റെ തെറ്റി. ഇത് SNDPയുടെ പരിപാടിയല്ല. SNDP അംഗങ്ങളാണുള്ളത്. ഇതിൽ ശ്രീനാരായണ ട്രസ്റ്റിൽ സംഭാവന ചെയ്ത ഏത് മതസ്ഥരായിരുന്നാലും ആ സംഭാവന ചെയ്യുന്ന വ്യക്തി ഇതിൽ അംഗമായി മാറുകയാണ്. ചെറുനീർ ജയപ്രകാശ്, എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ആ മുഖ്യമന്ത്രി മറുപടി പറയാൻ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. പക്ഷേ ഈ അപമാനിച്ചവരുടെ എല്ലാ ഉത്തരവാദിത്വവും ശ്രീനാരായണയുടെ തലയിലാണ് ഇപ്പോൾ വരുന്നത്. SNDPയുടെ പേരിലാണത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതിന് നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക? ഒരു ശ്രീനാരായണീയൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലജ്ജിക്കുന്നതാണ് ഈ ഇത്തരം ഒരു വ്യക്തിയെ ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുത്തുന്നത്. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇത്രയേറെ സങ്കടത്തോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലിറങ്ങി നടക്കാൻ വയ്യാത്ത നിലയിൽ ഞങ്ങൾ എല്ലാ റെസ്പെക്റ്റുകളും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ വെള്ളാപ്പള്ളി നടേശനാണ്.
അല്ല, ഇതേ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആലോചിക്കണം, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂർ ചെന്നപ്പോൾ എറിഞ്ഞ് നെഞ്ച് പൊളിച്ചു വിട്ടത്. അതൊക്കെ രാഷ്ട്രീയമാണ്. അതാണ് രാഷ്ട്രീയം. ഈ അത് രാഷ്ട്രീയം. ശ്രീ പത്മകുമാർ, നിങ്ങളിപ്പോ ഒരു ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ ജെ ആർ പത്മകുമാർ, ഒരു കല്ലെടുത്ത് എറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഒരു മിനിറ്റ് ശ്രീ ജെ ആർ പത്മകുമാർ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഇല്ലാത്ത വേദനയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് കണ്ടത്. അത് താങ്കൾ മനസ്സിലാക്കണം. ഇന്നുണ്ടായ അദ്ദേഹത്തിന്റെ ദുഃഖം, ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുഖത്തുണ്ടായ ആ ദുഃഖത്തിന്റെ ലാഞ്ചന അന്ന് കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. ആ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഒരുപക്ഷെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ആഘോഷത്തിലായിരുന്നു മനസ്സിലാക്കാം. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ വേദന ഉണ്ടാക്കിയത് ഒരു സമുദായത്തിന്റെ തലയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചാർത്തി കൊടുക്കുന്നത് ശ്രീ പത്മകുമാർ? അതല്ല, ഇത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു പരിപാടി തന്നെയാണ്. ഇത് വോട്ടാക്കി മാറ്റാൻ ഇപ്പൊ ആന്റണി വന്ന് ഞാൻ ഞെട്ടിപ്പോയത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ വരാത്ത ആള് ഇവിടെ വന്ന് ഇപ്പൊ ഈ പ്രസ്താവന നടത്തി ഇതിനെ ചൂട് പിടിപ്പിക്കേണ്ട പ്രധാന കാരണം ഈ ഉമ്മൻചാണ്ടി പൊതുസമ്മതനല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെ ആവശ്യമാണ്. അതിനുള്ള ശ്രമമാണ് ഉപകരണമായി ഉപയോഗിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിച്ചതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ആർ ശങ്കറെ അപമാനിച്ചതാണ്. അല്ല, ഇത് ഉമ്മൻചാണ്ടി അപമാനിച്ചായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് കാണൂല, സമുദായ സ്നേഹികൾ ആരും അത് കാണൂല. ഇത് മഹാനായ ആർ ശങ്കറിനെയാണ് അപമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ഇട്ട് വലിച്ചഴക്കേണ്ടി വരുന്ന ദുസ്ഥിതി ഉണ്ടാക്കിയതിന് ഒരിക്കലും ഈ സമൂഹം ഒരു കാര്യമുള്ളത്, ഇവിടെ ഈ പറയുന്ന സാമുദായിക പ്രശ്നവും മാത്രമല്ല, ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഗൗരവമായ ഒരു വിഷയമുണ്ട്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ ഒരു ചടങ്ങിന് ക്ഷണിക്കുക, അതും പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങിന് ക്ഷണിക്കുക, അതിനുശേഷം പറയുകയാണ് പ്രധാനമന്ത്രിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാലെന്ന് SNDP വെള്ളാപ്പള്ളിയുടെ ഓഫീസ്, ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പ് ചാനലുകൾ എഴുതി ഞാൻ പറയട്ടെ. എന്നിട്ട് അദ്ദേഹം തന്നെ വിളിച്ച് മുഖ്യമന്ത്രിയോട് പറയല്ലേ, താങ്കൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ അത് പ്രതിഷേധമുണ്ട്, ഇവിടെ പ്രതിഷേധമുണ്ടെന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസ് പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയല്ലേ? മുഖ്യമന്ത്രിയോട് ചില കോണുകളിൽ നിന്ന് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു അല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിന് ഏത് കോണർ എന്താ പറയാത്തത്? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ തരത്തിൽ ഒരു സമീപനം ഇപ്പൊ കേരളത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരുന്നു, ഇവർ പിറകെ നിന്ന് കിടന്ന് ഓടുകയാണ്. പോണ വഴിയിൽ എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് വേണമെങ്കിൽ 5 മിനിറ്റ് തരാമെന്നാണ്. കേരളത്തെ അപമാനിക്കല്ലേ? കേരളത്തെ അപമാനിക്കല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 2 ദിവസം തങ്ങുന്ന മുഖ്യമന്ത്രി മലബാർ ഹോട്ടലിൽ വെച്ച് 8 മണിക്ക് ശേഷം അദ്ദേഹത്തിന് പരിപാടിയില്ല, അല്ലെങ്കിൽ ഇവിടെ രാജ്ഭവനിൽ വെച്ചിട്ടോ അദ്ദേഹം വേറെ ഇവിടെ സർവീസ് വിമാനം പൊക്കളയെന്ന് പറഞ്ഞ് പേടിക്കണ്ടല്ലോ. സ്പെഷ്യൽ ഫ്ലൈറ്റിലല്ലേ ഇവരുമായി ചർച്ച ചെയ്തിട്ട് ഏത് സമയത്തിന് അത് പോകാമല്ലോ. എന്നിട്ട് അങ്ങനെ അപമാനിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിൻ്റെ കൂടി ഉണ്ടെന്ന് കാണണം. കേരളത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചതാണത്. ഈ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ഇവർ പോവുകയില്ല എന്ന് എനിക്കത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇവരൊന്നും നിങ്ങൾ വരുന്ന വഴിയിൽ തിണ്ണയിൽ ചെന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന മുഖ്യമന്ത്രി സമയം പോകുന്നു. ഒറ്റ ചോദ്യം ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞ് ഇതിനെ ജസ്റ്റിഫൈ മുഖ്യമന്ത്രിയുമായിരുന്നു CBS ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം. അതായത് മുഖ്യമന്ത്രി അധ്യക്ഷനാകേണ്ട ചടങ്ങാണ്. പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പങ്കെടുക്കുന്നത്. നിങ്ങളുടെ നേതാവാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി കൊല്ലത്ത് വരുമ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പൊ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന് പൂർണ്ണമായ അധികാരമുണ്ട്. ആര് വേദിയിൽ ഇരുത്തണ്ട തീരുമാനിക്കേണ്ട അവകാശമുണ്ട്. ആ ചടങ്ങിന്റെ ഗ്രേസ് പോയി. ഞാൻ പറയട്ടെ, ഒരു മുഖ്യമന്ത്രിയെ അപമാനിച്ച് മാറ്റി ആ ചടങ്ങ് നടത്താൻ പോവുകയാണ്. എന്തുകൊണ്ട് പ്രചരിപ്പിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. ഈ കുറെ കാലമായി വെള്ളാപ്പള്ളിയും SNDP ചുരുങ്ങിയ പക്ഷം ജെ ആർ പത്മകുമാറിനെങ്കിലും അറിയാമോ ഈ മുഖ്യ
മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന്? അല്ല, അത് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി അല്ല പറയേണ്ടത്, നിങ്ങളുടെ പ്രധാനമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ മാന്യത ഉണ്ടെങ്കിൽ രാജിവെച്ച് ലജ്ജ എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഇന്നലെ അതൊന്നുമല്ല കാര്യം, അതൊന്നുമല്ല. ശ്രീ ജെ ആർ പത്മകുമാർ, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് വരും, അതുപോലെ ഒരുപാട് നൂലാമാലകളുണ്ട്. ആ ഇസഡ് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഏത് കാറ്റഗറിയാണ് ഇപ്പോഴുള്ളതെന്ന് എനിക്കറിയില്ല. ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ ചടങ്ങ് ആരാണ് പങ്കെടുക്കുന്നത്, ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്, എത്ര മീറ്റർ ദൂരെയാണ് ആളുകൾ ഇരിക്കുന്നത്, ഇതൊക്കെ നേരത്തെ നോക്കും. അതിൽ ഒരാൾ മാറുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയും. അതിപ്പോ മാറ്റിയത് അറിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇല്ല എന്ന് അങ്ങ് എത്ര പറഞ്ഞാലും അങ്ങ് അത് അറിവില്ല കൊണ്ടാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്താണ് ആരെ അധ്യക്ഷനായിട്ട് ഇരുത്തണം, ആരെ വിളിക്കണം, ആരെ വിളിക്കേണ്ട, അവിടെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സംഘടനയാണ്. ഇത് ഭാരതീയ സംസ്കാരമാണോ? ഒരാളെ ഭാരതീയ സംസ്കാരമാണോ അല്ലെന്നുള്ളല്ലോ പ്രശ്നം. ഒരു യോഗത്തിൽ വിളിച്ചു എന്ന് പറയുന്നു. ആ വിളിച്ചു എന്ന് പറയുന്ന യോഗത്തിൽ നിന്ന് ഇപ്പൊ വരണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എത്രയോ പൊതു പരിപാടിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടിയിൽ ചില പ്രശ്നങ്ങൾ അത് അവരാണ് നിശ്ചയിക്കേണ്ടത്, അവരാണ് പറയേണ്ടത്, ഞങ്ങളല്ലോ. അവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ലേ? അല്ലെ, അവർക്ക് ചോദിക്കട്ടെ ലാല, ഇത് ആദ്യത്തെ പരിപാടിയിൽ കെ എം മാണി പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടികൾ പ്രതിഷേധം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കെ എം മാണി പരിപാടി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് പ്രതിപക്ഷം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, കെ എം മാണിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞത് LDF ആണ്. ഞങ്ങൾ ഇത് ഏക്കുന്നു. ഇതിൽ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ ആര്? ഞങ്ങൾക്ക് ഈ സംഘടന SNDP എന്ന് പറയുന്ന സംഘടന നടത്തുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ ശരിയോ തെറ്റോ? അത് അവരുടെ ന്യായീകരണം കൂടെ BJP ബാക്കി എല്ലാവരെയും കുറ്റം പറയുന്നു. ഈ കാര്യത്തിൽ എതിർക്കുന്ന ബാക്കി എല്ലാവരെയും കുറ്റം പറയുന്നു. SNDP ചെയ്തതിൽ മാത്രം അറിയില്ലെങ്കിലും പറയുന്നു. സജീവൻ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. സജീവൻ, എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ RSS പ്രതിനിധിയായി മാറി എന്നാണ് ശ്രീ ആനത്തലവട്ടം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമത്വ മുന്നേറ്റ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ VS പറഞ്ഞതും താങ്കൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആറ്റിങ്ങൽ എത്തുമ്പോഴേക്കും കാക്കി നിക്കറും വെള്ള ഉടുപ്പും ഇടുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഏതാണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ലേബലിൽ പുതിയ പാർട്ടിയുടെ, അതായത് പുതിയ ബന്ധുക്കളുടെ ബലത്തിൽ ഇപ്പോൾ ഒരു പുതിയ രീതിയിലാണോ പെരുമാറുന്നത്? അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണോ ഇന്നത്തെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഈ നീക്കങ്ങളെ കാണേണ്ടത്? വെള്ളാപ്പള്ളി നടേശൻ RSS ആയിട്ട് മാറിയാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം കാക്കിനിക്കിറിട്ടാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് എന്താ പറയുക, RSSകാർക്ക് ഒരു നാണക്കേട് തോന്നുന്ന ഒരവസ്ഥയാണ്. BJPക്കാർക്ക് നാണക്കേട് തോന്നുന്നൊരവസ്ഥയിലേക്കല്ല വന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതിനോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞത് പിന്നെ വെള്ളാപ്പള്ളി നടേശനെ ഈ പ്രധാനമന്ത്രി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഒരു സ്വകാര്യ പ്രസ്ഥാനമാണ്. അവർക്കിഷ്ടമുള്ള ആളുകളെ അധ്യക്ഷനാക്കി വയ്ക്കാം, അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞു. സമ്മതിച്ചു. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനം SNDP യോഗം അദ്ദേഹത്തിൻ്റെ ഒരു സാമുദായിക സംഘടനയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ ക്ഷണിക്കാം എന്നൊക്കെ പത്മകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ പേര് വയ്ക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കുകയും നോട്ടീസിൽ അച്ചടിക്കുകയും പത്രസമ്മേളനത്തിൽ അദ്ദേഹമായിരിക്കും അധ്യക്ഷനെന്ന് പറയുകയും ചെയ്തതിന് ശേഷം നാണം കെട്ട രീതിയിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതിന് എന്താ മാന്യത പറയുക? പത്മകുമാറിൻ്റെ പാർട്ടിക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. BJP ആണിത് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കുന്നതെങ്കിൽ അവസാന നിമിഷത്തിൽ അത് ഒഴിവാക്കില്ല. മാത്രമല്ല, ഇവിടെ എന്ത് കാരണത്താലാണ് ഇവിടെ LDFകാർ മുഖ്യമന്ത്രിയെ തടയുമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി UDFിൽ തന്നെ മാണിയുടെ വിഭാഗമോ അല്ല മറ്റാരെങ്കിലുമോ തടയുമെന്ന് പറഞ്ഞില്ല. BJPക്കാർക്കും മുഖ്യമന്ത്രിയെ തടയണമെന്നില്ല. ഇത് ചടങ്ങ് സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയെ അധ്യക്ഷനാക്കിയ സംഘടനയ്ക്ക് താല്പര്യമുണ്ടോ? അതും പറയുന്നില്ലല്ലോ. പിന്നെ എന്താണ് കാരണം? പിന്നെ മുഖ്യമന്ത്രി പങ്കെടുത്താൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടിയാണ്, XY എന്നല്ല പ്രശ്നം. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അതിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ഇത് അറിയേണ്ടത് ഇവിടുത്തെ പോലീസല്ലേ, ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗമല്ലേ? അങ്ങനെ ഒന്നുമില്ലാതെ
ഒറ്റയടിക്ക് നിങ്ങളുടെ പേര് വെട്ടിയിരിക്കുന്നു എന്ന് ടെലിഫോണിൽ വിളിച്ച് പറയുന്നത് സത്യത്തിൽ ഒരു പാർട്ടിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല പത്മകുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് അത്രയും നാണക്കേട് ചെയ്യുന്നു. ഇത് അതിനേക്കാൾ തരം താഴാണ്. ഒരാൾക്ക് തരം താഴാം. വെള്ളാപ്പള്ളിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു തരം താഴലുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിന് മൊത്തം അപമാനമാണ്. പ്രധാനമന്ത്രിക്ക് അവമാനമല്ലേ? അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ പേര് വെച്ചിരുന്ന മുഖ്യമന്ത്രിയെ വെട്ടിമാറ്റിക്കൊണ്ട് വേറൊരാളവിടെ കയറിയിരിക്കുക എന്ന് പറയുന്നത് എന്ത് പ്രധാനമന്ത്രിക്ക് പോലും ചോദിക്കാൻ ശ്രീ സജീവൻ, പത്മകുമാർ അങ്ങ് ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. അങ്ങ് ഒരുപക്ഷെ ആവശ്യത്തിലധികം ആവേശം കാണിച്ച് രാജാവിനേക്കാൾ രാജഭക്തിയോടുകൂടി SNDPക്ക് വേണ്ടി വാദിക്കുന്നതിലൂടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJPക്ക് പോലും അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. സാധാരണ സംസ്കാരത്തിന് പോലും ചേർന്നതല്ല എന്നുള്ള ഒരു സാമാന്യ തത്വത്തിൽ നിന്ന് പോലും അറിയാതെ വഴിമാറിപ്പോവുകയാണ്. അങ്ങ് അറിയാതെ പോകുന്നുണ്ടോ ആ കാര്യം? ഒന്നുമല്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഈ നേരത്തെ LDF വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതും ബാബു പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതേപോലെ ആ പാർട്ടിക്കുള്ള ഒരു സ്വാതന്ത്ര്യം പോലെ SNDPക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്, ആ സംഘടനയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഞാനത് പറഞ്ഞോട്ടെ, ഇപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും അവർക്ക് ഒരു തോന്നലുണ്ടായി. കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, കേരളത്തിൽ ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല. CPM പറയുന്ന അല്ലല്ലോ SNDPക്ക് ആലോചിക്കാൻ ചെയ്യേണ്ടത്. SNDPക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാവാം. ഇവരെല്ലാം രണ്ടുപേരും മനസ്സിലാക്കാനുള്ളത് ഇവർ രണ്ടുപേരും മനസ്സിലാക്കാനുള്ളത് ഞാൻ പറയാം. ഇവർ രണ്ടുപേരും മനസ്സിലാക്കാനുള്ളത് കേരളത്തിലൊരു പഴമൊഴിയുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള കാര്യം ഒരു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഞാനത് പറഞ്ഞ് നിർത്തുകയാണ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു, ക്ഷണിച്ചിട്ട് എന്ത് വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം പറയണം. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം പ്രൈം മിനിസ്റ്ററുടെ ആഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ യഥാർത്ഥത്തിൽ ഇതേപോലെ മുഖ്യമന്ത്രിയെ അപമാനിച്ച ഒരു ചടങ്ങിൽ വരാമോ? ഒരു സാമാന്യ ജനത്തിൻ്റെ ഒരു സംശയമല്ല. പ്രൈം മിനിസ്റ്റർ വരുമോ? വരാൻ പാടുണ്ടോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രധാന കക്ഷിയാണ് കോൺഗ്രസ്, അവരാണ് രാജ്യം ഭരിക്കുന്നത്. മറ്റു പ്രധാന കക്ഷിയാണ് CPM ഇടതുപക്ഷ പാർട്ടികളും. ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് SNDP അങ്ങനെ ഒരു സമീപനം ഒരിക്കലും എടുത്തിട്ടില്ല. BJP പോലും അല്ല എടുത്തിട്ടില്ല. എന്റെ പൂർത്തിയാക്കിയതിനു ശേഷം പറഞ്ഞു ഇഷ്ടം പോലെ പറഞ്ഞു. ഇവിടെ ഈ SNDP യോഗം ഇപ്പൊ BJP ആയോ RSS ആയോ? നേരത്തെ ശ്രീ ആർ ശങ്കർ ഒരിക്കലും RSS ഇതുപോലെ ഹിന്ദുത്വവാദിയുമായിരുന്നില്ല. ഇപ്പം അദ്ദേഹത്തിന് RSS ആർ ശങ്കറാക്കി. SNDP യോഗത്തിൻ്റെ അല്ല, മുഖ്യമന്ത്രി അല്ല, കോൺഗ്രസിൻ്റെ അല്ല, RSS. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഇത് എവിടെ ഏത് പാർട്ടിയുടെ പിന്തുണയുണ്ട് ഈ SNDP യോഗത്തിന്, ഈ നിലപാടിന്? കോൺഗ്രസ് ഉണ്ടോ? CPM ഉണ്ടോ? ഇടതുപക്ഷ പാർട്ടികളോ വലതുപക്ഷ പാർട്ടികളോ ഉണ്ടോ? BJP അല്ലാതെ RSS അല്ലാതെ പത്മകുമാർ ഇപ്പൊ സമർത്ഥമായി വാദിക്കുന്നുണ്ടല്ലോ. ശ്രീനാരായണ ധർമ്മസംഘത്തിൽ SNDP യോഗത്തിൽ അണിനിരന്നിരിക്കുന്ന ആ സമുദായ അംഗങ്ങൾ ശ്രീനാരായണീയർ തിരിച്ചറിയാൻ കിട്ടിയ നല്ല സന്ദർഭമാണ് ഇത്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ പത്മകുമാർ, BJPയിൽ തന്നെയുള്ള എല്ലാ നേതാക്കളും ഇതിന് അനുകൂലമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പം SNDP കോൺഗ്രസ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്നോട്ട് കേരളത്തിൽ ഒരു ഐത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. BJP പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാതെ എല്ലാം മാറി BJP നേതാക്കന്മാരെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള തീരുമാനം അല്ല. അതൊക്കെ നിങ്ങൾ പിന്നെ ഈ പച്ചക്കള്ളമാണ് വീണ്ടും പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു, പ്രധാനമന്ത്രി ഓഫീസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനും കോൺഗ്രസിനെ ന്യായീകരിക്കാനും മാർക്സിസ്റ്റ് പാർട്ടി ഇറക്കി തിരിച്ചതിന്റെ ഔചിത്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദ്, എന്തായാലും മറ്റൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്, നമുക്കിപ്പോൾ BJP എന്തായാലും ഈ സ്റ്റാൻഡിൽ തന്നെ ഇന്നിപ്പോൾ 10 മണി വരെ ചർച്ച നടത്തിയാലും ഇതേപോലെ തന്നെ ശ്രീ പത്മകുമാർ നിൽക്കും. BJPയുടെ എല്ലാ നേതാക്കളും അതിലില്ല എന്ന് ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം
അഭിപ്രായമല്ലേ പറയുന്നത്. പാർട്ടിയുടെ അഭിപ്രായം ഇതുവരെ പുറത്തു വന്നില്ലല്ലോ. അല്ല, പാർട്ടിയുടെ ഞാൻ സംസാരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്. അതുപോലെ തന്നെ നേതാക്കന്മാർ സംസാരിക്കുന്നതും ഇതിന് വിരുദ്ധമായ ഒരു നിലപാട് BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വി മുരളീധരനും അല്ലെങ്കിൽ ശ്രീ MT രമേശിനെ പോലുള്ളവരൊക്കെ ചില ചാനലുകളിലൊക്കെ അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി SNDP കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്, മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നത് സന്തോഷമേ ഉള്ളൂ. അത് തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം. എന്തുകൊണ്ട് SNDP അദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞത് വിശദീകരിക്കേണ്ടത് SNDP ആണ്. പങ്കെടുപ്പിക്കാതിരുന്ന അല്ല, ഞങ്ങളല്ലല്ലോ പങ്കെടുപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇന്നാളിനെ പങ്കെടുപ്പിക്കുന്നത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിൽ യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്തുകൊണ്ട് SNDP പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പറയേണ്ടത് SNDP ആണ്. അതിന് അവർക്ക് അവരുടെ ന്യായീകരണം വന്നതിന് ശേഷം മാത്രമേ അതിലെന്തെങ്കിലും അപാകത ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയൂ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, നേരത്തെ കൃത്യമായ ഉത്തരം കിട്ടാതെ പോയ ഒരു കാര്യം, ഇതിനിടയിൽ BJPയുടെ ഈ ചോദ്യങ്ങളുടെ പിന്നാലെ, വിശദീകരണങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ടാണ് ഈ കോൺഗ്രസിനകത്തുള്ളവരുടെ ഒരു പ്രതിഷേധം ഇതിനകത്തുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതാണോ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ 16-ാം തീയതി കഴിഞ്ഞ് വെള്ളാപ്പള്ളി പറയാൻ പോകുന്ന ചില കാരണങ്ങളിൽ ഒന്ന് ഇതായിരിക്കാം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ കാരണം പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുമോ ഇനി? ഒരിക്കലും ഇത് ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമല്ലേ. സ്ഥാനത്തോട്ടായിരുന്നു പറഞ്ഞു നിർത്തിയിട്ട് പോയൊരു സാധനം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ബോധ്യമായി ഇത് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. BJPക്ക് പോലും സ്പഷ്ടമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് നിങ്ങൾ വരണ്ട എന്ന് വിളിച്ചു പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങളോട് നേരിട്ട് പറയാൻ കഴിയുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് പറയാമെന്നാണ് പറയുന്നത്. അവിടെയും ഐക്യമുന്നണിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് പറയാം. അപ്പം BJPക്ക് സ്വന്തം അഭിപ്രായമില്ല. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് BJPയുടെ ഒരു സ്വാധീനം, ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ പ്രേരണ, BJPയുടെ പ്രേരണ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അങ്ങനെ ആരെയും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനും പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. BJP കണ്ണടച്ചുകൊണ്ട് ഇതിനകത്ത് പാല് പിടിക്കാനുള്ള ശ്രമമാണ്. അല്ല, പണി ചെയ്തു വെച്ചിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങൾ. ഇവർക്ക് അനുഭവമുണ്ട്. കാര്യം, ഒരു മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അമേരിക്കയിൽ വിസ നിഷേധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ആളുകളൊക്കെയാണ്. അപ്പം ഗൗരവമായ ഒരു വിഷയത്തെ പത്മകുമാർ സരിത എന്ന് പറഞ്ഞ് വലിയ വിഷയമല്ലേ. അതല്ലല്ലോ, നിങ്ങൾക്കൊരു ന്യായം മറ്റുള്ളവർക്ക് വേറൊരു ന്യായം എന്ന് പറയുന്നത് നമുക്ക് എതിർപ്പുള്ളൂ. ശ്രീ ചെറുനീർ ജയപ്രകാശ്, എന്തായാലും ഇതിപ്പോ SNDPയുടെ ലേബലിൽ തന്നെയാണല്ലോ ശ്രീ JR പത്മകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SNDP എന്ന സംഘടനയ്ക്ക് വേണ്ട ഈ മുഖ്യമന്ത്രിയെ, അതുകൊണ്ട് അദ്ദേഹം ഈ രീതിയിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിന് ഇനി എങ്ങനെയാണ് ഒരു സുരക്ഷ നിങ്ങൾ ഒരുക്കുക? ശ്രീനാരായണീയർക്ക് വന്ന ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഇനി ഒരു മറുപടി കൊടുക്കാൻ പോകുന്നത്? എന്തായാലും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ തൽക്കാലം ആ സ്ഥാനത്തുനിന്ന് മാറാൻ പോകുന്നില്ല. അദ്ദേഹം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ കൊടിയുടെ കീഴിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങൾ ഇദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ തന്നെ 4ഓളം കേസുകളുണ്ട്. ഈ 15-ാം തീയതി റിസീവർ പെറ്റീഷൻ, SN ട്രസ്റ്റിൽ റിസീവർ കൊണ്ടുവരണമെന്നും പറഞ്ഞുള്ള കേസ് വാദം കേൾക്കുന്നതിന് വേണ്ടി വെച്ചേക്കുകയാണ്. ഇവിടെ ഇപ്പോഴും പറയുന്നത് ഈ ഇൻവിറ്റേഷൻ കാർഡിൽ നിങ്ങൾ നോക്കൂ, എഴുതിയേക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറി ശ്രീനാരായണ ട്രസ്റ്റ് എന്നാണ്. ഞാനൊരു ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ലൈഫ് മെമ്പറാണ്. കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ ഈ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നതാണ്. ഒരു ജനാധിപത്യ രീതിയിൽ ഒരു തീരുമാനം എടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്താണ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയതും. അതുപോലെ അദ്ദേഹം അതേ രീതിയിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ കാണേണ്ടത്. ഏത് പരിപാടിയായിരുന്നാലും നിങ്ങൾ ഒന്നുകൂടി ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് പറയണം. 50 ലക്ഷം രൂപ ചിലവാക്കി ആണ് ഇവിടുത്തെ പ്രതിമ സ്ഥാപിക്കുന്നതെന്നാണ് പത്രങ്ങളിലൂടെ എനിക്ക് വായിക്കുവാനും കേൾക്കുവാനും ഇടയായത്. പക്ഷേ ഒരു 20 ലക്ഷം രൂപയുടെ പണി പോലും അവിടെ ചെയ്തിട്ടില്ല. അതിലും 30 ലക്ഷത്തിൻ്റെ ക്രമക്കേടുണ്ട്. അത് വേറൊന്ന്. അതുപോലെ തന്നെ SN കോളേജുകളിലെ സ്റ്റാഫിൻ്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും പണം പിരിച്ചാണ് ഈ തുക ഉണ്ടാക്കുന്ന. ഒരു തുണ്ട് പൈസ പോലും ശ്രീനാരായണ ട്രസ്റ്റിൻ്റെന്നോ SNDP യോഗമോ സംഭാവന ചെയ്തതായി എങ്ങും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ ഈ കഴിഞ്ഞ ഇതിൻ്റെ അഡ്മിഷൻ നടന്ന കാലത്ത് ഈ വർക്കല ശിവഗിരിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തീർത്ഥാടന സമ്മേളനങ്ങളിൽ അതിനോടനുബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ 2 ദിവസം വന്നിരിക്കും. അവിടെ അന്നദാനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റുഡൻസിൻ്റെയും 100 രൂപ കൂപ്പൺ വാങ്ങി അദ്ദേഹം പിരിച്ചെടുത്ത് പ്രിൻസിപ്പൽ ഓരോ ലക്ഷം രൂപ ഓരോ കോളേജിൻ്റെയും പ്രിൻസിപ്പൽ
വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇതൊന്നും അക്കൗണ്ടിൽ വരുന്നതല്ല. Right, അങ്ങനെ right, right, 15 ശ്രീ ലക്ഷം രൂപ ഞാൻ ശ്രീ സജീവൻ, എന്തായാലും BJP ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ടോ എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന്, കേരളത്തിലെ BJP നേതാക്കൾ വേറെ തരത്തിലും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വേറെ രീതിയിലുമാണ് SNDPയുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നീക്കിയിട്ടുള്ളതെന്നുള്ളത് പരക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അതിൻ്റെ ഒരു കൊട്ടിക്കലാശത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഏത് രീതിയിലാണ് BJPയെ ഈ കാര്യങ്ങൾ ബാധിക്കുക? ഒപ്പം തന്നെ ഇത്രയും വിവാദമുണ്ടാക്കി നാണക്കേടുണ്ടാക്കി നടക്കാൻ പോകുന്ന ഒരു പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി ഏത് രീതിയിലാണ് ഇനി പങ്കെടുക്കുക? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്നുള്ളതിന് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഈ ചർച്ചയിൽ വെച്ച് നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു, അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചില വിശദീകരണങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചില BJPയോടാണല്ലോ അയിത്തം, BJP നേതാക്കന്മാർ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ശിവഗിരിയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതെ വരികയെന്ന് പറഞ്ഞു. BJPയുടെ കേരളത്തിൽ ഒരു നേതാവിനെയും അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങനെ അവമാനിച്ചതിനോടുള്ള അവരുടെ ഒരു പ്രതികാരം തീർക്കലാണ് ഇത് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സുഹൃത്ത് പത്മകുമാർ അതുകൂടെ വളരെ കൃത്യമായിട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ണുരുട്ടി പേടിപ്പിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ്. വളരെ വ്യക്തമായിട്ട് അവരിപ്പോൾ പറയില്ല. കാരണം സത്യമുണ്ട് കേട്ടോ. ഈ വിഷയമല്ലല്ലോ ഈ വിഷയമല്ലല്ലോ ക്ഷണിക്കാതെയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ശിവഗിരി പോണെങ്കിൽ ക്ഷണിച്ച ആള് വീട്ടിൽ പോയിരിക്കട്ടെ. ശിവഗിരി പോകാൻ ആരും ക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശിവഗിരിയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മാത്രമേ ഉള്ളൂ. ശിവഗിരി സന്ദർശിക്കുന്ന ആരെയും ക്ഷണത്തിന്റെ ആവശ്യമില്ല. ക്ഷണിച്ചില്ല എന്ന് പറയേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം അവർ സ്വാമിമാർ പറയേണ്ട കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ട മുഖ്യമന്ത്രി അപമാനിതനാകുന്നു, ക്ഷണിക്കാതെ പ്രധാനമന്ത്രി ശിവഗിരിയിലേക്ക് പോകുന്നു. എന്തൊക്കെ കാഴ്ചകളാണ് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത്? ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായ അപമാനത്തെ ഏത് രീതിയിലാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. സോളാർ കമ്മീഷനെതിരെ രമേശ് ചെന്നിത്തല, ബിജുവുമായുള്ള യാത്ര പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. സോളാർ കമ്മീഷൻ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു, കൊലക്കേസ് പ്രതിയുമായുള്ള യാത്ര പോലീസിനെ അറിയിക്കണമായിരുന്നു എന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച ന്യൂസ് ആൻഡ് വ്യൂസ് നടത്തുകയാണ്. ചർച്ചയിൽ ശ്രീ സജീവൻ, ഇന്നിപ്പോൾ എന്തായാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, സോളാർ കമ്മീഷൻ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷൻ പോലീസിനെയും മാധ്യമങ്ങളെയുമാണ് തെളിവ് കണ്ടെത്താനാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിച്ചതിന് വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എങ്ങനെ കാണണം ഈ രണ്ട് കാര്യങ്ങളെയും, സോളാർ കമ്മീഷൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തെയും ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയെയും? സോളാർ കമ്മീഷൻ നടത്തിയ വിമർശനത്തിന് അതിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കമ്മീഷൻ നേരത്തെ അറിയിക്കണമായിരുന്നു പോലീസിനെ എന്നൊക്കെ. അങ്ങനെ കമ്മീഷൻ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ തെളിവ് കിട്ടിയില്ല, പല തെളിവും കിട്ടും. നമ്മുടെ പോലീസ് എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന റൂട്ടിലേക്കാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പോകുന്നത്, അവിടെ എല്ലാം വേണ്ട സുരക്ഷ ഒരുക്കണമെന്ന് ഇവിടെ കമ്മീഷൻ ആഭ്യന്തര വകുപ്പിനോട് പറയുന്നു. ആഭ്യന്തര വകുപ്പ് അത് DGPയുടെ അടുത്ത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് പോലീസ് വേണ്ട എല്ലാ സുരക്ഷയും ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പിന്നത്തിൻ്റെ പോക്ക് രഹസ്യ സ്വഭാവമില്ലല്ലോ. സത്യത്തിൽ കമ്മീഷന് പോലും തെറ്റുപറ്റിയിട്ടുണ്ട്. കമ്മീഷൻ ഇങ്ങനൊരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ അത് കമ്മീഷൻ വളരെ കൃത്യമായ നിലപാടെടുക്കേണ്ടതായിരുന്നു. ഇന്ന ആളുകൾ പോകണമെന്ന് പറയുന്നു, ഇത്ര ആളുകൾ പോയാൽ മതി പറയുന്നു, ബിജുവിൻ്റെ വക്കീൽ വേണ്ട എന്ന് പറയും. ഇതൊക്കെ പറയുന്ന കമ്മീഷൻ വേറെ കാര്യം പറയും, മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് കമ്മീഷൻ അഭിഭാഷകനോടും ഒപ്പമുള്ള പോലീസുകാരോടും പറയുന്നു. അവരുടെ മൊബൈൽ ഫോൺ വാങ്ങി വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്മീഷൻ കൃത്യമായിട്ട് മാധ്യമങ്ങളോടൊരു റിക്വസ്റ്റെങ്കിലും നടത്തേണ്ടതായിരുന്നു. നിങ്ങളിത് തുടർച്ചയായിട്ട് കാണിക്കാൻ പാടില്ല, അതപ്പോൾ പലപ്പോഴും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ആ ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന മുംബൈ സ്ഫോടന കേസിൽ അവിടെ അത് കൃത്യമായിട്ട് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വെടിയേറ്റ് മരിക്കാൻ കാരണമായി തീർന്നത് അങ്ങനെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തതാണെന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, അത് സത്യവുമായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ ഇത് ആദ്യം തന്നെ എവിടേക്ക് പോകുന്നു എന്ന് അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നാലെ മാധ്യമങ്ങൾ പോകുമ്പോൾ
അത് റൂട്ട് ഏതാണ്ട് ഒരു കുറച്ച് ദൂരം കഴിയുമ്പോഴേക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇത് അട്ടിമറിക്കാൻ താല്പര്യമുള്ള ആളുകൾ, അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പോലീസും ബിജു രാധാകൃഷ്ണനും കമ്മീഷൻ അഭിഭാഷകനും അവിടെ ചെലവുപുരത്ത് എത്തുന്ന സമയത്ത് അവിടെ സെൽവിയുമില്ല, ചന്ദ്രനുമില്ല, ഇവർ സ്ഥലത്തുണ്ടായില്ല. അവർ ബോധപൂർവം മാറ്റിവെച്ചതാണെങ്കിലോ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയി എടുക്കേണ്ടതായിരുന്നു. ഇതിനേക്കാൾ കുറേ കൂടി രഹസ്യ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാതെ കമ്മീഷൻ പ്രവർത്തിക്കാനുള്ളൊരു കൃത്യമായ നീക്കം നടത്തിയില്ല എന്ന് കമ്മീഷൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. അതിന് കമ്മീഷൻ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിന് വേണ്ട കർശനമായ നിർദ്ദേശം കൊടുക്കാമായിരുന്നില്ലേ? നിങ്ങളിങ്ങനെ ഒരു വീടിനകത്തേക്ക് എല്ലാവരും കൂടി ഓടിപ്പോകാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുക്കാമായിരുന്നില്ലേ? കമ്മീഷൻ്റെ അഭിഭാഷകൻ പറയുന്നതിനനുസരിച്ച് മാത്രമേ പോലീസ് പ്രവർത്തിക്കാവൂ എന്ന് പറയാമായിരുന്നില്ല. അങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ കമ്മീഷന് പരാജയം സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സജീവൻ, ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഒരു പൊതുജന ഒരു കാഴ്ചപ്പാട് കൂടി അടുത്ത ദിവസങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം ഉണ്ടായതും അങ്ങ് കൂടി മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ. അതായത് ഈ തെളിവെടുക്കുന്നതിൻ്റെ പിന്നാലെ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെയുള്ള യാത്ര ഇടമുറിയാതെ കാണിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്ന് തിരിച്ച് ബിജു രാധാകൃഷ്ണൻ എത്തുന്നത് വരെയുള്ള കാഴ്ചകൾ മുഴുവൻ അതുപോലെ കാണിക്കുന്നു. അതിൻ്റെ പിന്നാലെ പോകുന്നു, ആ CD ഇപ്പോൾ കണ്ടെത്താൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നു. എല്ലാവരും TV യുടെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായിട്ട് ഏറ്റവും അവസാനം CD ഇല്ലാതെ വരുമ്പോൾ എല്ലാ ആളുകളും മാധ്യമങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ. എവിടെ നിങ്ങൾ കാണിച്ച ഈ കാഴ്ചയ്ക്കുള്ള മറുപടി എന്തായി? CD എവിടെ എന്ന് മാധ്യമങ്ങളെ നോക്കി ചോദിക്കുന്ന ഒരു അവസ്ഥ. ഇതിനകത്ത് ഇനിയൊന്നും മാധ്യമങ്ങൾ മിണ്ടരുത് എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനെ കൂടി പരാമർശിച്ചുകൊണ്ടായിരിക്കണം സോളാർ കമ്മീഷനും മറ്റുള്ള ചിലരും ചില പ്രതികരണങ്ങൾ ഈ അടുത്ത കാലത്ത് ഇന്നലെയും ഇന്നുമൊക്കെ നടത്തുന്നതിനെ കാണേണ്ടത്. അങ്ങെങ്ങനെയാണ് അതിനെ വീക്ഷിക്കുക? അല്ല, മാധ്യമങ്ങൾ ചെയ്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു എന്തെങ്കിലും തരത്തിലൊരു തടസ്സവാദം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അതല്ലെങ്കിൽ ഒരു വിലക്ക് അതുണ്ടായിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യാനും പാടില്ല, മാധ്യമങ്ങൾ ഈ പോകുന്ന ടീമിന് ഒപ്പം പോകാൻ പാടില്ല, അതെല്ലാം അതേ സമയത്ത് തത്സമയം സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞില്ലല്ലോ. പിന്നെ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? മാധ്യമങ്ങൾ കൈ കെട്ടിയിരിക്കും. സ്വാഭാവികമായിട്ടും ദൃശ്യമാധ്യമങ്ങളായാലും പ്രിന്റ് മീഡിയ ആണെങ്കിലൊക്കെ അവർക്ക് കൊടുക്കാവുന്ന വാർത്ത കൂടുതൽ ആളുകളെ ആകർഷിക്കാവുന്ന വാർത്തയാണ് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു ചാനൽ ഇന്ന് മാറിയെന്ന് വിചാരിക്കാം, ഈ ലൈവായിട്ട് പോയ ചാനലുകളിൽ കൊടുത്ത ചാനലുകളിൽ ഏതെങ്കിലും ഒന്ന് മാറി എന്നുണ്ടെങ്കിൽ ആ ചാനൽ അടച്ച് പൂട്ടിയിട്ട് മറ്റുള്ള ആളുകൾ നോക്കും. അപ്പോൾ സ്വാഭാവികം അതിന് പിന്നാലെ ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ സാധനങ്ങൾ കൊടുക്കും. ഈ വിമർശനം ഉയർന്നിട്ടുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞ ആളുകൾക്ക് ആളുകൾക്ക് എന്തെല്ലാം പറയാം. ഇവിടെ പല ആളുകളെയും കൊല്ലാതെ കൊന്ന സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് പോലും ഉണ്ടായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിൽ എന്ത് വരുന്നുള്ളതല്ല, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ അവർക്ക് നിയന്ത്രണം പറയാത്തത് കൊണ്ട് അവരുടെ മുമ്പാകെ ഒരു റിക്വസ്റ്റെങ്കിലും ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് മാധ്യമങ്ങൾ പോയി. മാധ്യമങ്ങളോട് നേരെ മറിച്ച് കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു വയ്ക്കുക, നിങ്ങൾ ഇത് പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, പക്ഷേ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യരുത്. അത് ഒരു പക്ഷേ മറ്റു ആളുകൾ ഇത് ഈ CD നശിപ്പിക്കാനോ CD എടുത്തു മാറ്റാനോ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അതിനൊരു അവസരം കൊടുക്കും എന്ന് കമ്മീഷൻ കണ്ടിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ മാധ്യമങ്ങൾ അവിടെയുള്ളതാണല്ലോ. അപ്പോൾ അവരോട് അങ്ങനെ പറയാതെ മാധ്യമങ്ങൾക്ക് വിവരം കൊടുക്കരുത് മാത്രമാണ് ഈ കമ്മീഷൻ അഭിഭാഷകനോടും പോലീസിനോടും പറഞ്ഞുള്ളത്. പിന്നെ മറ്റൊന്ന്, പോലീസിനോട് എന്ത് ചെയ്യണമെന്ന് കമ്മീഷന് പറയായിരുന്നു. കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസാണ്. ഒപ്പം സെക്യൂരിറ്റിക്ക് പോയ പോലീസിനെ കുറിച്ചല്ല, അവരങ്ങനെ അതിനകത്തേക്ക് പോയിട്ടുമില്ല. കമ്മീഷൻ്റെ നിയന്ത്രണത്തിനകത്ത് ഉള്ള പോലീസ് അതിനകത്ത് അതിനകത്ത് കയറാൻ പാടില്ലെന്ന് കമ്മീഷന് പറയായിരുന്നു. അപ്പോൾ കമ്മീഷൻ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തില്ല എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു കമ്മീഷൻ്റെ ഭാഗത്ത് അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെക്കാൻ കമ്മീഷൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയും. ശ്രീ സജീവൻ, അതായത് കമ്മീഷനുണ്ടായ ആ വീഴ്ചയെ കൃത്യമായി കണ്ടെത്തി ആഭ്യന്തരമന്ത്രി ഇന്ന് പ്രതികരിച്ചു എന്ന് തന്നെയാണോ വിലയിരുത്തേണ്ടത്? അതായത് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, സോളാർ കമ്മീഷൻ ജാഗ്രത പുലർത്തണമായിരുന്നു, കൊലക്കേസ് പ്രതിയെ കൊണ്ടുപോയ രീതി ഇങ്ങനെ അല്ലായിരുന്നു ആ കാര്യത്തിൽ ഇടപെടേണ്ടിയിരുന്നത് എന്ന് ആഭ്യന്തരമന്ത്രി കൊടുത്ത ആ താക്കീത് അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം സോളാർ കമ്മീഷനുള്ള കൃത്യമായ താക്കീതായി തന്നെ കാണാമോ?
അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നേ ഇല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞത് തികച്ചും ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് കയറി അടിച്ചു എന്നുള്ളൂ. കമ്മീഷൻ്റെ അധികാര പരിധിയിൽപ്പെട്ട രീതിയിൽ തന്നെയാണ് കമ്മീഷൻ ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിലൊരു സംശയമില്ല. കൊലക്കേസ് പ്രതിയാണെങ്കിലും കമ്മീഷന് അങ്ങനെയുള്ള ഒരു പ്രതിയിൽ നിന്ന് തെളിവെടുക്കാൻ അയക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനെ ഒരു നിയമവിദഗ്ധന്മാരും ഇത് എതിർത്ത് പറഞ്ഞിട്ടില്ല. കമ്മീഷൻ ഇതിനുള്ള എൻക്വയറീസ് ആക്ട് പ്രകാരം കമ്മീഷൻ ഇത്തരത്തിലുള്ള പവറുണ്ട്. പൂർണ്ണമായിട്ടും ആ അധികാരം ഇതുവരെ ഉപയോഗിച്ചില്ല എന്നുള്ളൂ. ഇവിടെ പല കമ്മീഷനും പല ആളുകളും കുറ്റപ്പെടുത്തുന്ന പോലെ പലപ്പോഴും ശരിയെന്ന് നമ്മളൊക്കെ സമ്മതിക്കേണ്ടതുപോലെ പല കമ്മീഷനും ഇരുന്ന് കാലാവധി തീർത്ത് പിന്നീട് കാലാവധി നീട്ടി വെറുതെ കാലം കഴിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഉള്ളത്. എന്നിട്ട് റിപ്പോർട്ട് കൊടുത്താൽ ഒരു റിസൾട്ട് ഉണ്ടാവുകയില്ല. ഇവിടെ അതിന് പകരം കമ്മീഷൻ ഇവിടെ ശിവരാജൻ കമ്മീഷൻ ഒരു അന്വേഷണ കമ്മീഷൻ, എൻക്വയറീസ് കമ്മീഷന് ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ചീത്തപ്പേര് കൂടിയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ ശരിയല്ല. ഈ ബിജു രാധാകൃഷ്ണൻ ഒരു കുറ്റവാളിയാണ്, ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്, അദ്ദേഹം പല കേസുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കമ്മീഷൻ തീരുമാനിച്ചിരുന്നു വയ്ക്കാം. നമ്മളൊക്കെ എന്ത് പറയും? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനും വേണ്ടി ശ്രമിച്ചു എന്ന് ആരോപിക്കും. കമ്മീഷൻ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു തെറ്റായ ആരോപണം കമ്മീഷന് മുമ്പാകെ കമ്മീഷന് നേരെ ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് കമ്മീഷൻ ഈ നടപടിയെടുത്തിട്ടുള്ളത്. കമ്മീഷന് ഉള്ള ഈ നിയമപരമായിട്ടുള്ള അധികാരം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാണ് അയച്ചിട്ടുള്ളത്. പിന്നെ പോലീസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിനെ കൂട്ടത്തോട് കൂടിയിട്ട് ഒരു ബറ്റാലിയൻ പോലീസിനെ അവിടേക്ക് അയക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഈ ചന്ദ്രനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഞാൻ തിരിച്ചെത്താം. ശ്രീ സജീവൻ, അഡ്വക്കേറ്റ് മോഹൻകുമാർ ബിജു രാധാകൃഷ്ണന്റെ വക്കീൽ കൂടി ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്കും എത്താം. മറ്റതിഥികളും അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, സോളാർ കമ്മീഷനെ രൂക്ഷമായി ആഭ്യന്തരമന്ത്രി ഇന്ന് വിമർശിച്ചിട്ടുണ്ട്. അത് കമ്മീഷൻ ജാഗ്രത പാലിക്കണമായിരുന്നു, പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല. അതുപോലെ മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തിയ സോളാർ കമ്മീഷനെയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അതായത് കൊലക്കേസ് പ്രതിയെ തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിച്ചില്ല കമ്മീഷൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അല്ല, രൂക്ഷമായി വിമർശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് എന്നാണ് ആ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെ പൊതുസമൂഹവും അതുപോലെ തന്നെ നിയമജ്ഞരും ഒക്കെ അന്ന് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ പരസ്യമായ ഒരു വിവാദം ഉണ്ടാക്കാൻ ആരും ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ഒരു കൊലക്കേസ് പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്ന ഒരു പ്രതി, ആ പ്രതിയെ അതും സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകുമ്പോൾ പാലിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അയാളുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ കഴിയുമായിരുന്നു. ഈ സ്റ്റേറ്റ് വിട്ട് ആരുടെ ജൂറിസ്ഡിക്ഷനില്ല, മറ്റൊരു സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷനിലോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് പോലീസ് സ്വമേധയാ തന്നെ ആ ഉത്തരവാദിത്വം കുറെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം ഒരു പ്രതി സ്റ്റേറ്റ് വിട്ടു പോകുന്നു എന്ന് തോന്നിയപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. നാളെ ആ പ്രതി വല്ല ചാടി പോവുകയോ, ആ പ്രതി മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ, ആ പ്രതി ഏതെങ്കിലും ആക്രമിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വവും പോലീസ് തന്നെ പറയേണ്ടി വരും. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ സജീവനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഇതിനകത്ത് വിലയിരുത്തിയത് ഈ പോലീസുകാരെയൊക്കെ അറിയിച്ച് DGPയോടൊക്കെ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവ് കണ്ടെത്താൻ പോകുന്നതെങ്കിൽ ആ തെളിവ് എളുപ്പത്തിൽ മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നൊരു പരിഹാസമാണ് ചിലരുടെ മുഖത്തുള്ളത്. അത് ഏത് വിലയിരുത്തൽ അതെനിക്കറിയില്ല. കേരളത്തിൽ സർവ്വ മാധ്യമങ്ങളും ഒരു മാധ്യമ പടയും ഒരു വൻ സംഘവുമായിട്ട് ഇവിടെ നിന്ന് ജാഥയായിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ എന്താ ഈ പറയുന്നത്? അതിനകത്ത് എന്ത് രഹസ്യം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? പക്ഷെ അതേ യുക്തി തന്നെ വേണമെങ്കിൽ മറ്റേ കാര്യത്തിലും പറയാമല്ലോ. എങ്ങനെയാണെങ്കിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടെ എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ ഒരു കൊലക്കേസ് പ്രതി മറ്റുള്ളവരെ ആക്രമിക്കുക, ഒളിച്ചോടുക എന്നുള്ളതും ചോദിക്കാമല്ലോ. അതൊക്കെ നമ്മൾ എത്ര ബാലിശമായ കാര്യമാണ്. അങ്ങനെ ബിജു രാധാകൃഷ്ണൻ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണന്റെ നേരെ എവിടെന്നെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയാണ് ഇവിടെ നിന്ന് പോകുന്ന മാധ്യമ പടയ്ക്കുള്ളത്? മാധ്യമ സംഘത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ?
മാധ്യമ സംഘത്തിന് ആ ഉത്തരവാദിത്വം അവരുടെ ജോലിയിൽപ്പെട്ട കാര്യമല്ലല്ലോ. അതേസമയം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു പരിമിതമായ അറിവ് കൊണ്ട്, ഒരു ജയിലിൽ നിന്നും ഒരു കോടതിയുടെ ആവശ്യത്തിന് വേണ്ടി വിടുന്ന ഒരു പ്രതിയെ അന്ന് വൈകുന്നേരം 6 മണിക്ക് ജയിലിൽ എത്തിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് എനിക്ക് എന്റേതായ ചില സംശയങ്ങൾ അന്ന് തോന്നിയിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സോളാർ കമ്മീഷന് ഇല്ലാത്ത അധികാരമാണോ പ്രയോഗിച്ചത്? അവർക്ക് തെളിവ് കണ്ടെത്താൻ വേണ്ടി എടുക്കാവുന്ന അധികാരം തന്നെയല്ലേ എടുത്തിട്ടുണ്ടാകുക? അധികാരം അത് അവർക്കുണ്ട്, അധികാരമില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പല മുൻകരുതലുകളും ആവശ്യമാണ്. അതിനകത്ത് നമുക്ക് വൈകാരികമായിട്ടുള്ള ഏർപ്പാടുകളല്ല വേണ്ടത്, അതിനകത്ത് മുൻകരുതലുകൾ ഉണ്ടാകണം. പലതും നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാധാരണ ഒരാളൊന്നുമല്ല, വളരെ വളരെ തന്ത്രശാലിയായ നല്ലൊരു കൊടും ഭീകരൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ക്രിമിനലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് എതിരാളികൾ ഉണ്ടാകാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കണം. ഒരു സ്റ്റേറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു. ഒരു കൊലക്കേസ് പ്രതി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അതിലെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ ആരും മറുപടി പറയുമായിരുന്നു. അപ്പൊ പറയില്ലേ, കേരളത്തിന്റെ പോലീസിന്റെ ക്രമസമാധാന നിലയുടെ തകർച്ചയാണ്, പോലീസ് ശ്രദ്ധിച്ചില്ല, ഭരണകൂടം ശ്രദ്ധിച്ചില്ല, എന്തൊക്കെ പരാതിയായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അതൊന്നും ഉണ്ടായില്ല, അത് മാത്രം. ശ്രീ ജോസഫ് വാഴക്കൻ, നേരത്തെ മറ്റൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായത്, ഈ മാധ്യമപ്പട ഇങ്ങനെ തത്സമയം ഇങ്ങനെ ഇതിന്റെ പിന്നാലെ പോയത് കൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞു. സെൽവി, ചന്ദ്രൻ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ ചില പേരുകാരുണ്ടല്ലോ, അവരൊക്കെ കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് CD ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റി ഉണ്ടാകാമെന്ന്. അങ്ങനെ മാധ്യമങ്ങൾ പോയതും ഇത്തരത്തിൽ പരസ്യമായി സോളാർ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസോ കൃത്യമായ ഒരു ജാഗ്രത പാലിക്കാത്തതും അവിടെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ടാകുമോ ഇങ്ങനെയാണെങ്കിൽ? എന്റെ ലാലെ, കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നുള്ള നിലയിൽ നമ്മളൊരു ചർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഏത് ചന്ദ്രൻ? ഈ ചന്ദ്രന്റെ ഈ കവർ എവിടെ നിന്ന് കിട്ടി? 2.5 വർഷം മുമ്പ് കൊടുത്ത കവറാ, ഒന്നാം തരം ഏറ്റവും അന്ന് വാങ്ങിയതുപോലെ ഇരിക്കുന്ന പുതിയ ഒരു കവർ 2.5 വർഷം മുമ്പ് കൊടുത്തു എന്നാ പറയുന്നത്. അതൊക്കെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ കവറ എന്ന് കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി കൊടുത്തു, ആരും ഉപയോഗിക്കാത്ത 10-28 സിമ്മുകള്, ഒരു കാര്യമില്ലാത്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ഒരു മാനിപ്പുലേഷൻ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പൊ പഴയ ഒരു കവർ ഇനി വേറെ കണ്ടെത്താനുണ്ടോ ശ്രീ ജോസഫ് വാഴക്കൻ? അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇനിയിപ്പം ബിജു രാധാകൃഷ്ണനാണ് നിങ്ങളെ ആളെങ്കിൽ, അതിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. ബിജു രാധാകൃഷ്ണനും ഈ സംഘവും ഒക്കെ അടുത്ത മാർച്ച് ഏപ്രിൽ മാസം വരെ ഈ വിഷയം ലൈവാക്കി നിർത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിജു രാധാകൃഷ്ണന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ, ആ ശക്തികൾ ആരാണെന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു. കാരണം രാധാകൃഷ്ണൻ പറയുമ്പോൾ തന്നെ രാധാകൃഷ്ണന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നീളൻ സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷ നേതാവൊക്കെ നിയമസഭയിൽ വന്ന് വായിക്കുന്ന കേട്ടത്. ഇതൊക്കെ അപമാനമാണ് കേരളത്തിന്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അപമാനിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇതൊക്കെ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്ന് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏത് വില കുറഞ്ഞ മാർഗവും, ഏത് തെറ്റായ മാർഗവും സ്വീകരിക്കുമെന്ന് പറയുന്നത് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. ഇതൊക്കെ കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തെ കുറിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ മാത്രമേ ഇതൊക്കെ വഴിവെക്കൂ എന്ന് മാത്രമാണ്. മോഹൻകുമാർ, ഈ മാധ്യമങ്ങളെല്ലാം പുറകെ ഇങ്ങനെ വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ പോലീസൊക്കെ ഇങ്ങനെ വേണ്ട ജാഗ്രത കാണിക്കാത്തത് കൊണ്ടാണോ ബിജു രാധാകൃഷ്ണ CD അവിടെ നിന്ന് എടുക്കാൻ പറ്റാതെ പോയത്? അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകനായിരിക്കുന്നിടത്തോളം കാലം ആ കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനെപ്പറ്റി വളരെ വിലയേറിയ വിവരങ്ങളൊക്കെ വളരെ സീനിയറായ അഭിഭാഷകർ പറഞ്ഞു കഴിഞ്ഞു ഇതിനകം. അപ്പോൾ ആ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാൻ യാതൊരു അധികാരവും ഇല്ല എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം അന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ കോഡിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പരാമർശം വന്നിട്ടുണ്ട്, ഈ മാധ്യമങ്ങൾ പുറകെ പോയി, പോലീസ് വേണ്ട രീതിയിൽ ഉള്ള സുരക്ഷയൊന്നും കൊടുക്കാതെയാണ് ഒരല്പം അബദ്ധം കാണിച്ചാണ് പോയത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പോയി അവിടെ എത്തിയപ്പോഴേക്കും ബിജു രാധാകൃഷ്ണൻ എന്തായാലും ഒന്നും ഒരു പുതിയ ശ്രീ ജോസഫ് വാഴക്കൻ്റെ ഭാഷയിലാണെങ്കിൽ ഇന്നലെ വാങ്ങിച്ച ഒരു കവറിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്, അതുമായിട്ടാണ് തിരിച്ചെത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം കിട്ടാതെ പോയതിന് കാരണം എന്തായാലും അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു താങ്കളുടെ ക്ലയന്റിന്. അതിന് കാരണം ഈ പറഞ്ഞ സാഹചര്യങ്ങളാണോ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളാണോ? അത്തരം കാര്യത്തെ ഞാൻ പറഞ്ഞത്, അത്തരം കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ
പരാമർശിക്കുന്നത്, ഞാൻ അഭിഭാഷകനായിരുന്നു, ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകനായിരിക്കുന്നിടത്തോളം കാലം അത് പറയാൻ എനിക്ക് യാതൊരു ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല ഇപ്പോൾ. അത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അങ്ങ് പറയുന്നില്ല, അത് അങ്ങ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ധാർമ്മികമല്ല. അല്ല. ശരി. അപ്പോൾ അതായത് അതിൽ ശ്രീ സജീവൻ കേൾക്കുക, ഞാൻ പറഞ്ഞത് ഏതാണ്ട് ശരിയാണെന്നാണ് ശ്രീ അഡ്വക്കേറ്റ് മോഹൻകുമാർ വായിച്ചെടുക്കേണ്ടത്. അത് പറയാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സജീവൻ ചേട്ടൻ പറഞ്ഞതാണ് ശരി. കാരണം ഒരു ശരിയായ രീതിയിൽ ഒരു കമ്മീഷൻ്റെ അധികാരം, ഇങ്ങനെ നിരവധി കമ്മീഷൻ ഇവിടെ ഉണ്ടെങ്കിലും ഒരു കമ്മീഷൻ ഉണ്ട് എന്ന് കാണിച്ചത് ശ്രീ ജസ്റ്റിസ് ശിവരാജ് സാർ കമ്മീഷനാണ്. അതിന് യാതൊരു ഡൗട്ടുമില്ല. ആ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ആ കമ്മീഷൻ എല്ലാ രീതിയിലും ഈ CD എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ആ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, CD ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തെപ്പറ്റി എനിക്കിപ്പോൾ അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകനായിരിക്കുന്നിടത്തോളം കാലം എനിക്കതിന് മറുപടി പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. മറ്റൊരു ചോദ്യം, മാധ്യമങ്ങൾ ഇതിനകത്ത് വേണ്ടാത്ത ജാഗ്രത കൂടുതൽ കാണിച്ചോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം അന്ന് അല്ല, അത് ഈ കോഡിൽ വരുന്നതല്ലോ. അല്ല, ഞാൻ പറയാം, മാധ്യമക്കാരുടെയും അവിടെ ഏകദേശം വളരെ സീനിയറായിട്ടുള്ള നിരവധി അഭിഭാഷകരുടെയും സാന്നിധ്യത്തിലാണ് CPC കമ്മീഷൻ എൻക്വയറീസ് ആക്റ്റും വളരെ വിശദമായി ഓരോ അഭിഭാഷകനോടും ചോദിച്ചും അവരുടെ സംശയങ്ങൾക്ക് നിവാരണം കൊടുത്തും ഒക്കെയാണ് കമ്മീഷൻ വളരെ വ്യക്തപരമായിട്ട് ഈ നടപടികളിലേക്ക് നീങ്ങിയത്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും അതിൻ്റെ ഓരോ കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ് ഈ അഭിപ്രായവും. കാരണം സജീവൻ ചേട്ടൻ പറഞ്ഞ കാര്യം 100% ശരിയാണ് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷേ മാധ്യമങ്ങൾ ഈ കൂടുതൽ ജാഗ്രത കാണിച്ചു പോയതുകൊണ്ട് താങ്കളുടെ ക്ലയൻറ്റിന് വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ ആയിട്ടില്ല. അവിടെ ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാകാം, അതും ആയിക്കൂടെ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് റിവീൽ ചെയ്യാൻ എനിക്കൊരു കഴിയില്ല. 15-ാം തീയതി കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാൻ പറ്റൂ. അതെ, അതിന് കഴിയട്ടെ. കമ്മീഷൻ ഒരു ഫൈറ്റിംഗ് എത്തിയില്ലല്ലോ. ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റി അല്ലേ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ. ഒരു പ്രോപ്പർ അഡ്ജുഡിക്കേഷൻസ് ആൻഡ് ഫെയർ ജസ്റ്റിസിന് വേണ്ടിയാണ് കമ്മീഷൻ നിയോഗിക്കുന്നത്. ഒരു അലിഗേഷൻ വരുമ്പോൾ ആ അലിഗേഷൻ ഏതായാലും കമ്മീഷന്റെ ഈ പ്രവർത്തനത്തിൽ താങ്കൾ ഇതുവരെയും തൃപ്തനാണ്? 100% തൃപ്തനാണ്, വ്യക്തിപരമായി. ശരി. ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ അല്ല, ബിജു രാധാകൃഷ്ണന്റെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് മോഹൻകുമാർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അത് മോഹൻകുമാർ പറഞ്ഞാണ് ശരി. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കമ്മീഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നും പിന്നെ ഒരു തരത്തിലും സർക്കാരിന് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്ത പോലെ അല്ലല്ലോ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. കമ്മീഷൻ്റെ അധികാര പരിധി കൃത്യമായിട്ടും ഉപയോഗിച്ചു. കമ്മീഷൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ ഫേവർ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെയാക്കി തീർത്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. പിന്നെ ഒന്നുള്ളത്, കമ്മീഷൻ ഇത് മാധ്യമങ്ങൾക്ക് കൂടി ഒരു നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നു എന്നത് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റൂട്ട് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഇതുകൊണ്ടിപ്പം വളരെ കൃത്യമായല്ലോ, വാഴയ്ക്കും പറഞ്ഞല്ലോ ഈ പുതിയ കവറാണെന്നുള്ളത്. പുതിയ കവർ ഒരു പക്ഷേ വേണമെങ്കിൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കക്ഷികൾ ഇതിനെ ഒറിജിനൽ CD-യും മറ്റു കാര്യങ്ങളും മാറ്റിയിട്ട് കുറേ ആരും ഉപയോഗിക്കാത്ത സിം കാർഡുകളും മറ്റു കാര്യങ്ങളും ചേർത്തിട്ടൊരു കവറോടെ കൊടുത്തതാവാനും പറ്റുമല്ലോ. എന്തായാലും അത് കേട്ടപ്പോൾ അഡ്വക്കേറ്റ് മോഹൻകുമാർ ബിജു രാധാകൃഷ്ണന്റെ വക്കീൽ ഒന്ന് ചിരിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ വാക്യം മാത്രം നമുക്ക് ഇപ്പോൾ എടുക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ A. സജീവൻ, അഡ്വക്കേറ്റ് മോഹൻകുമാർ.